ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒരു സ്ട്രിപ്പ് എടുത്തു. എന്നിട്ട് ഇങ്ങനെ അതിനൊന്ന് പിടിക്കുകയാണ്. കണ്ടോ, ഈ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുത്തിട്ട് പതുക്കെ അതിനൊന്ന് വലിച്ചു കൊടുക്കണം. പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. കണ്ടോ, ഇനി ഇതിന് ശേഷം നമ്മൾ ആ ഒരു എൻഡ് ഭാഗം ഉള്ളത് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു. എന്നിട്ട് ബാക്കി നീളത്തിൽ എടുക്കുന്നത് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇതിങ്ങനെ വെക്കുമ്പോൾ ഏതൊരു ഭാഗത്താണോ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത് ആ ഭാഗത്ത് മടക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരും. അപ്പോൾ അവിടെ അങ്ങ് മടക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഓരോ ഭാഗം ചുറ്റുമ്പോൾ എവിടെയാണ് മടക്കേണ്ടതെന്നുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഒരു സ്ട്രിപ്പിൻ്റെ എൻ്റെ ഇതേപോലെ വരില്ലേ, അത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം ഇനി ഈ കോർണർ ഭാഗങ്ങൾ വരുന്നിടത്തൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാം. എൻ്റെ ഭാഗം മാത്രം കേട്ടോ, സെൻറ്ററൊന്നും പ്രസ് ചെയ്യരുത്. ഈ കോർണർ ഈ കാണുന്ന പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ പിച്ച് പിടിക്കുന്ന പോലെ ഇങ്ങനെ പിച്ച് പിടിച്ചിട്ട് ഉള്ളിലോട്ട് പ്രസ് ചെയ്താൽ ഇങ്ങനെ രണ്ട് ഭാഗം പിടിക്കുക. ഉള്ളിലോട്ട് രണ്ട് കൈയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് എഫക്റ്റ് പോലെ വരും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോപ്പ് എഫക്റ്റ് പോലെ വരും. കണ്ടോ, ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ നമ്മൾ 5 സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ഒരുപാട് എണ്ണം ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ഫോം ഷീറ്റ് കൊണ്ടൊക്കെ ചെയ്യാം, പേപ്പർ കൊണ്ടോ സാധാരണ ന്യൂസ് പേപ്പർ കൊണ്ടോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ പല കളേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്യാം. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പല കളേഴ്സിൽ നമ്മൾ സ്റ്റാർസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ബോട്ടിലിൽ ഇട്ട് വെക്കാം. ഇതുപോലെ ബോട്ടിലിനകത്ത് ഇട്ടിട്ട് നമ്മുടെ ടേബിളിൽ, ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് റൂം ടേബിളിലോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡെക്കോർ ഐഡിയ പോലെ ക്രിസ്മസ് തീമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അത് ക്രിസ്മസ് തീം മാത്രമല്ല, ക്രിസ്മസ് കഴിഞ്ഞിട്ടായാലും അതങ്ങനെ കളർഫുള്ളായിട്ട് നമ്മുടെ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ട്. ഇന്ത്യൻ ടൈം 5:15 PM കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും 5:15 വന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരയ്ക്കും. ബൈ ബൈ, ലവ് യു ഓൾ.